നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൻ്റെ രണ്ടാം ഘട്ട പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. നീറ്റ് 2025 ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കേരള എൻട്രൻസ് കമ്മീഷൻ തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്കിൻ്റെയും വിവിധ കാറ്റഗറികളുടെയും അടിസ്ഥാനത്തിലുള്ള രണ്ടാം ഘട്ട പ്രൊവിഷണൽ അലോട്ട്മെൻറ്റാണ് ഇന്ന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഫൈനൽ അലോട്ട്മെൻറ്റ് ഇന്ന് രാത്രിയോടുകൂടിയും അഡ്മിഷൻ പ്രൊസീജിയർ നാളെ മുതൽ 30 വരെയുമായിരിക്കും നടക്കുക. കേരളത്തിലെ സെൽഫ് ഫിനാൻസിംഗ് മേഖലയിൽ വർദ്ധിപ്പിച്ച സീറ്റുകളും ഗവൺമെൻറ് മേഖലയിൽ വർദ്ധിപ്പിച്ച സീറ്റുകളും അടക്കമാണ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ പുതിയതായി അനുവദിച്ചിരിക്കുന്ന പാലക്കാട് മാങ്ങോട് കോളേജുകൾ മാത്രമേ MBBSൽ പുതിയതായി ഇനി വരാനായിട്ടുള്ളൂ. ബാക്കി ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും വർദ്ധിപ്പിച്ച സീറ്റുകൾ അടക്കമുള്ള അലോട്ട്മെൻറ്റാണ് രണ്ടാം ഘട്ട പ്രൊവിഷണലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. രണ്ടാം ഘട്ടത്തിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്റ്റംബർ 30 ആ കോളേജിൽ ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഫീസും അടച്ച് അഡ്മിഷൻ പ്രൊസീജിയർ പൂർത്തിയാക്കണം. ആദ്യമായിട്ടാണ് ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം കിട്ടുന്നതെങ്കിൽ, ഗവൺമെൻറ് MBBSോ ഗവൺമെൻറ് BDSോ കിട്ടുന്നതെങ്കിൽ 5000 രൂപയ്ക്ക് ബാക്കിയുള്ള തുക എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി നാളെ മുതൽ അടച്ച് ബാക്കിയുള്ള തുക കോളേജുകളിൽ അടച്ച് അഡ്മിഷൻ പ്രൊസീജിയർ നടപ്പാക്കാം. ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം കിട്ടിയത് MBBSനോ BDSനോ ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം കിട്ടിയവർക്ക് നമ്മൾ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി ട്യൂഷൻ ഫീസ് അടച്ചിട്ടുള്ളതുകൊണ്ട് ഇനി നമ്മൾ പുതിയതായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടില്ല. ആ കോളേജിൽ അടച്ച തുക, കോളേജിൽ അടച്ച PTA ഫണ്ട്, യൂണിയൻ ഫണ്ട് അങ്ങനെയുള്ള തുക തിരികെ മേടിച്ച് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ കോളേജിൽ 30 അഡ്മിഷൻ പ്രൊസീജിയർ നടപ്പാക്കിയാൽ മതി. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ സ്വകാര്യ മേഖലയിൽ പ്രവേശനം കിട്ടിയവർ ആദ്യമായിട്ടാണ് പ്രവേശനം കിട്ടുന്നതെങ്കിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ ഒരു സെറ്റ് കോപ്പിയും അടക്കം നമ്മൾ നിർദ്ദിഷ്ട കോളേജിൽ 30 ചെല്ലുകയും അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യണം. ആദ്യം ഓരോ കോളേജുകളുടെയും വെബ്സൈറ്റുകൾ സന്ദർശിച്ച് അവിടുത്തെ ആപ്ലിക്കേഷൻ ഫോം, ആൻറ്റി റാഗിങ്ങിൻ്റെ ഫോം, അതുപോലെ തന്നെ അവരുടെ ഫീസ് ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ളതെല്ലാം മനസ്സിലാക്കി ഫണ്ട് ട്രാൻസ്ഫർ എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ കോളേജിലേക്ക് പോകേണ്ടത്. ബാക്കി കോളേജിൽ അടക്കേണ്ട തുകയും നമുക്ക് കോളേജിൽ അടയ്ക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് കോളേജിൽ പോകാം. അതിന് അതാത് കോളേജുകളുടെ ഹെൽപ്പ് ഡെസ്കുകളുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതാത് കോളേജിൻ്റെ വെബ്സൈറ്റുകൾ സന്ദർശിച്ചാൽ മതിയാകും. ആദ്യഘട്ട അലോട്ട്മെൻറ്റിൽ നിന്നൊരു മാറ്റമാണ് കിട്ടിയതെങ്കിൽ നമുക്ക് നാളെ മുതൽ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. ആ അലോട്ട്മെൻറ്റ് മെമ്മോയുമായി ആദ്യഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ ചെന്ന് നമ്മൾ മുഴുവൻ തുകയും ആ കോളേജിലാണ് സ്വകാര്യ മേഖലയിൽ അടച്ചിരിക്കുന്നത്. നമ്മൾ ആ പൈസ മുഴുവൻ തിരികെ മേടിച്ച് നമ്മൾ 30 പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, ഇവിടെ നമുക്ക് 27, 28 ബാങ്ക് ഹോളിഡേയ്സാണ് വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് 30 എന്നുള്ളത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അറിയുകയുള്ളൂ. നിലവിൽ 30 ലാസ്റ്റ് ഡേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അത് എൻട്രൻസ് കമ്മീഷൻ അത് കൃത്യമായിട്ട് ഡേറ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് മേഖലയിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പൈസ അടയ്ക്കണം, ബാക്കിയുള്ള തുക കോളേജിൽ അടയ്ക്കണം, സർട്ടിഫിക്കറ്റുകൾ കോളേജിൽ കൊടുക്കണം. സ്വകാര്യ മേഖലയിൽ പുതിയതായിട്ട് ലഭിച്ചവർ മുഴുവൻ തുകയും കോളേജിൻ്റെ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആദ്യം അടച്ച 5000 അത് ബാധിക്കുകയില്ല. അത് എൻട്രൻസ് കമ്മീഷണർ പിന്നീട് തിരികെ നൽകുന്നതാണ്. മുഴുവൻ തുകയും കോളേജിൻ്റെ വെബ്സൈറ്റിൽ അടയ്ക്കണം. കോളേജ് മാറ്റം കിട്ടിയവർക്ക്, ഗവൺമെൻറ് മേഖലയിൽ കോളേജ് മാറ്റം കിട്ടിയവർക്ക് ട്യൂഷൻ ഫീസ് ഇനി അടയ്ക്കേണ്ടതായിട്ടില്ല. അവർ ഓൾറെഡി അടച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള തുക കോളേജിൽ നിന്ന് മേടിച്ച് പുതിയ കോളേജിൽ വന്ന് ചേർന്നാൽ മാത്രം മതിയാകും. സ്വകാര്യ മേഖലയിൽ മാറ്റം കിട്ടിയവർക്ക്, ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് MBBSോ സെൽഫ് ഫിനാൻസിങ് BDSോ കിട്ടിയവർക്ക്, മാറ്റം കിട്ടിയവർക്ക് ആദ്യ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളും മുഴുവൻ തുകയും തിരികെ മേടിച്ച് 30 പുതിയ കോളേജിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കണം. ഒരു കോളേജ് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അലോട്ട്മെൻറ്റിൽ പേര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെട്ടു. രണ്ടാം ഘട്ടത്തിലൊരു മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ, രണ്ടാം ഘട്ടത്തിൽ മാറ്റമൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ആദ്യം കിട്ടിയ അലോട്ട്മെൻറ്റ് അവിടെ തന്നെ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
രണ്ടാം ഘട്ടത്തിൽ കോളേജ് മാറ്റമൊന്നും കിട്ടിയിട്ടില്ല, ഒരു കാറ്റഗറി മാത്രമേ കിട്ടിയിട്ടുള്ളെങ്കിലും നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടില്ല. ചിലപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് എന്നുള്ളത് ഓൾ ഇന്ത്യ മെറിറ്റ് ആയി കാണും, കാറ്റഗറി ജനറൽ ആയി കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. അതേ കോളേജ് തന്നെയാണ് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവുമെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾ പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും കോളേജുകളിൽ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അത് കൊടുക്കുകയും ചെയ്താൽ മതിയാകും. അപ്പം ഇതാണ് നടപടിക്രമങ്ങൾ. എന്തായിരുന്നാലും രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ കോളേജാണ് നിങ്ങൾക്ക് നിലനിൽക്കുന്നത്, അവിടെ നമ്മൾ അഡ്മിഷൻ എടുക്കണം. അങ്ങനെ ആദ്യഘട്ടത്തിൽ കിട്ടിയ കോളേജ് നിലനിൽക്കുന്നവർക്കും രണ്ടാം ഘട്ടത്തിൽ പുതിയതായി ജോയിൻ ചെയ്യുന്നവർക്കും കേരളത്തിൻ്റെ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ഓപ്ഷൻ കൺഫർമേഷൻ നടത്താനും കോളേജ് മാറ്റം കിട്ടിയാൽ അതനുസരിച്ച് കോളേജുകൾ മാറുവാനുമുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുവാനും അവർക്ക് സാധിക്കും. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ നിങ്ങൾ ചേരുന്നില്ലെങ്കിൽ, ആദ്യമായിട്ട് കിട്ടിയതോ കോളേജ് മാറ്റം വഴിയോ കിട്ടിയിട്ട് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ ആ കോളേജിൽ ചേരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ആദ്യഘട്ടത്തിലെയും രണ്ടാം ഘട്ടത്തിലെയും നഷ്ടപ്പെടുകയും മൂന്നാം ഘട്ടത്തിൽ നിങ്ങളെ കേരളത്തിൽ പരിഗണിക്കുകയുമില്ല. നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഒരു കോളേജ് കിട്ടിയിരുന്നു, രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ കോളേജ് മാറ്റം കിട്ടി, അപ്പോൾ ആ രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ നിശ്ചിത സമയത്ത് ചേർന്നില്ല എങ്കിൽ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് ഔട്ടാവും. അതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ പുതിയതായി കിട്ടി, നിങ്ങൾ സമയത്ത് ചേരുന്നില്ലെങ്കിലും കേരളത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ പരിഗണിക്കുകയില്ല. നാലാം ഘട്ടത്തിൽ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ സീറ്റുകൾക്ക് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റുകൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുവാനായിട്ട് ഒക്ടോബർ 6 ശേഷം ഒരവസരം കൂടി കിട്ടും. നിങ്ങൾക്കിപ്പോൾ ലഭിച്ചതിനേക്കാളും ഹയർ ഓപ്ഷൻസ് നിലനിൽക്കുന്നുവെങ്കിൽ ആ ഓപ്ഷനിലേക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഒക്ടോബർ 6 ശേഷം ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. അതല്ല, ഈ രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ കോളേജ് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രവേശിക്കേണ്ടതായിട്ടോ ഏതെങ്കിലും ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടോ ഇല്ല. രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് അഡ്മിഷൻ നിലനിൽക്കുന്നതുമായിരിക്കും. മാറ്റം വേണമെന്നുള്ളവർ മാത്രം ഒക്ടോബർ 6 ശേഷം ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുകയും ചെയ്യണം. മൂന്നാം ഘട്ടത്തിൽ സ്വകാര്യ മേഖലയിൽ പാലക്കാട് മാങ്ങോടുള്ള കോളേജ് മുസ്ലിം മൈനോറിറ്റി കോളേജാണ്. ആ കോളേജിലെ 150 സീറ്റ് കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ MBBSൻ്റെയും BDSൻ്റെയും സ്വകാര്യ മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും വന്ന ലാസ്റ്റ് റാങ്ക് കൂടി നമുക്ക് പരിശോധിക്കാം. ഗവൺമെൻറ് മേഖലയിൽ 14 കോളേജുകളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 787 വരെയും, എറണാകുളത്ത് 859 വരെയും, കോഴിക്കോട് 234 വരെയും, കൊല്ലം 852, കണ്ണൂർ 861. അതാണ് ഈ 861 ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക്. 861 റാങ്ക് വരെയുള്ളവർക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ പ്രവേശനം കിട്ടി. കോട്ടയത്ത് 593 വരെയും, മഞ്ചേരിയിൽ 830 വരെയും, തൃശ്ശൂരിൽ 553 വരെയും, തിരുവനന്തപുരത്ത് 370 വരെയും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ പ്രവേശനം ലഭിച്ചു. അതുപോലെ തന്നെ ഇടുക്കി, കാസർഗോഡ്, പാലക്കാട്, കോന്നി, വയനാട് എന്നീ കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതും വ്യക്തമാകും. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഫ്ലോട്ടിംഗ് സംവിധാനം നിലനിൽക്കുന്നതുകൊണ്ട് മൊത്തം 14 കോളേജുകളുടെയും സീറ്റുകൾ, മൊത്തം സീറ്റുകളിൽ 50% സ്റ്റേറ്റ് മെറിറ്റും ബാക്കിയുള്ളത് വിവിധ റിസർവേഷനുകളുടെയും അടിസ്ഥാനത്തിൽ ഉണ്ട്. പിന്നെ 15% ഓൾ ഇന്ത്യ കോട്ടയുമാണ്. മൊത്തം കോളേജുകളുടെയും സീറ്റുകളിൽ ഇത്ര ശതമാനം റിസർവേഷൻ ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ കോളേജിലും ഇത്ര റിസർവേഷൻ വേണം, സ്റ്റേറ്റ് മെറിറ്റുള്ളവർ വേണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ചില കോളേജുകൾ സ്റ്റേറ്റ് മെറിറ്റ് കാണിക്കാത്തത്. കാരണം ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ഏകദേശം ഈ കോളേജുകളുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഒരുപോലെ കൊടുക്കുന്നത് കൊണ്ടാണ് ചില കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾ കാണിക്കാത്തത്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, മൊത്തം സീറ്റിൻ്റെ 50% പരിഗണിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ 861 സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക്. 861 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ള ഒരു കുട്ടി പോലും ഈ കോളേജുകൾ ആദ്യത്തെ ഒന്നാമതായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അവരൊക്കെ മറ്റുള്ള കോളേജുകളാണ് ഓപ്ഷൻ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് വരാത്തത്. ഈ ടോപ്പേഴ്സ് ഈ കോളേജുകളും ഉൾപ്പെടുത്തുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ സീറ്റുകൾ വന്നേനെ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇനി മൊത്തത്തിൽ
നമുക്ക് കാണാം അലോട്ട്മെൻറ്റിൽ ഫ്ലോട്ടിംഗ് എന്നൊക്കെയുള്ള സീറ്റ് കാണാം. അതെന്താണെന്നൊക്കെയുള്ളത് മുന്ന് വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈഴവ റിസർവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴയിൽ 996, എറണാകുളത്ത് 1086, ഇടുക്കിയിൽ 1721, അതുപോലെ തന്നെ കോഴിക്കോട് 475, കൊല്ലം 1276, പരിയാരത്ത് 1172, കാസർഗോഡ് 1839, കോട്ടയത്ത് 733, മഞ്ചേരിയിൽ 1166, പാലക്കാട് 1297, കോന്നിയിൽ 1622, തൃശ്ശൂരിൽ 794, തിരുവനന്തപുരത്ത് 611, വയനാട് 1899. ഈ 1899 ഈഴവ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക്. മുസ്ലിം കാറ്റഗറിയുടെ റിസർവേഷൻ 8% നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ 826 വരെയും, എറണാകുളത്ത് 975 വരെയും, ഇടുക്കിയിൽ 1105 വരെയും, കോഴിക്കോട് 280 വരെയും, കൊല്ലം 1010, കണ്ണൂർ 963, കാസർഗോഡ് 1134, കോട്ടയം 644, മഞ്ചേരി 871, പാലക്കാട് 1035, കോന്നി 1055, തൃശ്ശൂർ 603, തിരുവനന്തപുരം 450, വയനാട് 1108. 1134 മുസ്ലിം റിസർവേഷൻ അനുസരിച്ച് ലഭിച്ച ലാസ്റ്റ് റാങ്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വിവിധ കാറ്റഗറികളുടെ റാങ്കുകളൊക്കെ നമുക്ക് കാണാം. EWSൽ 3258 വരെയാണ് കാസർഗോഡ് കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക്. വിവിധ റിസർവേഷൻ അനുസരിച്ച് NCC സ്പോർട്സ് കോട്ടകളുടെ ലാസ്റ്റ് റാങ്കും നമുക്ക് കാണാം. ഈ PWD വിഭാഗത്തിലൊക്കെ സീറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ കോളേജിൽ സ്പോർട്സ് കോട്ടയില്ല, PWD സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 20 മെഡിക്കൽ കോളേജുകളാണ് സ്വകാര്യ മേഖലയിൽ MBBS പ്രവേശനത്തിനായിട്ടുള്ളത്. അതിൽ അൽ അസർ തൊടുപുഴയിൽ 9793 വരെയും, അമല മെഡിക്കൽ കോളേജിൽ 2567 വരെയും, അസീസിയിൽ 7984, ബിലീവേഴ്സിൽ 3497, മൂപ്പൻസിൽ 8319, MESൽ 3463, ഗോകുലത്തിലെ 3836, അതുപോലെ തന്നെ ജൂബിലിയിൽ 2324. ജൂബിലിയിൽ 50 സീറ്റുകൾ കൂടിയത് കൊണ്ടാണ് 2324 വരെ അവിടെ സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്നത്. KMCT 5485, PK ദാസിൽ 9369, കരുണയിൽ 8243, മലങ്കര 2961, മലബാറിൽ 5841, മൗണ്ട് സിയോൺ 8989, പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാർ 10108. ഇതാണ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് 10108. പുഷ്പഗിരിയിലെ 3095, ശ്രീനാരായണ 7874, സോമർവൽ 6410, SUT 6956, ട്രാവൻകൂറിൽ 5298. ഇതാണ് ഓരോ കോളേജിൻ്റെയും MBBSൻ്റെ ലാസ്റ്റ് റാങ്ക്, സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക്. ഈഴവ വിഭാഗം നോക്കുമ്പോൾ 10277 വരെയും, അതുപോലെ തന്നെ മുസ്ലിം റിസർവേഷൻ നോക്കുമ്പോൾ 11858 വരെയും നമുക്ക് പ്രവേശനം പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ലാസ്റ്റ് റാങ്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കുള്ളത് ഓൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ ഓൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ 12193 വരെയും, മുസ്ലിം മൈനോറിറ്റി വിഭാഗത്തിൽ 12404 വരെയുമാണ് ലാസ്റ്റ് റാങ്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ പുതിയതായിട്ട് വരുന്ന കോളേജ് പാലക്കാട് മാങ്ങോട് മുസ്ലിം മൈനോറിറ്റി കോളേജ് ആയതുകൊണ്ട് ഈ 12404 14000 റാങ്ക് വരെയൊക്കെ വരാനുള്ള സാധ്യത, ചെറിയൊരു സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത BDSന് കിട്ടിയിരിക്കുന്ന വലിയ പിന്തുണയാണ്. കുട്ടികൾക്ക് വലിയ താല്പര്യമാണ്. കാരണം BDSൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നവർക്ക് അവരാരും മാറിയിട്ടില്ല. അതോടൊപ്പം വളരെ ഉയർന്ന റാങ്കിൽ തന്നെയാണ് BDSൻ്റെ ഈ വർഷത്തെ പ്രവേശനം. രണ്ടാം ഘട്ടവും അത് ഓൾ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും വളരെ ഉയർന്ന റാങ്കിൽ തന്നെയാണ് ഈ രണ്ടാം ഘട്ടത്തിലും നിലനിൽക്കുന്നത്. മറ്റുള്ള കോഴ്സുകളെക്കാളും അലൈഡ് കോഴ്സുകളെക്കാളും BDSന് ഈ വർഷം വലിയ പിന്തുണയാണ് കുട്ടികളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ 3648, കോഴിക്കോട് BDSന് 2603 റാങ്കിനും, പരിയാരത്തെ 3644, കോട്ടയം 3525, തൃശ്ശൂരിൽ 3274, തിരുവനന്തപുരം 3096. അതായത് 4000 റാങ്കിൻ്റെ ഉള്ളിൽ തന്നെ BDSൻ്റെ ഗവൺമെൻറ് സീറ്റുകൾ തീർന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും മുൻ വർഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസത്തിൽ തന്നെയാണ് സ്റ്റേറ്റ് മെറിറ്റിൽ BDSന് തീർന്നിരിക്കുന്നത്. പക്ഷേ കാറ്റഗറിയിൽ ഏതാണ്ട് എല്ലാവർക്കും തന്നെ കിട്ടത്തക്ക രീതിയിൽ 37,000 വരെയൊക്കെ ഉള്ളത് കാറ്റഗറികളിലെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജനറൽ മെറിറ്റിൽ വളരെ കുറഞ്ഞ റാങ്കിന് മാത്രമാണ്
BDSന് പ്രവേശനം കിട്ടിയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതാണ്ട് 27,000 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് BDSന് വർക്കലയിൽ കിട്ടിയിരിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ 29,548. അതാണ് 29,548 എന്നുള്ളതാണ് സെൽഫ് ഫിനാൻസിങ് BDSൽ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക്. കേരള MBBS BDSൻ്റെ 2ാം ഘട്ട പ്രൊഫഷണൽ അലോട്ട്മെൻറ്റാണ് സൈറ്റിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റ് പരാതികളൊക്കെ പരിഹരിച്ചതിന് ശേഷം രാത്രിയിൽ പബ്ലിഷ് ചെയ്യും. നാളെ മുതൽ കോളേജുകളിൽ നിങ്ങൾക്ക് പ്രവേശനം നേടാൻ സാധിക്കും. കേരള അലോട്ട്മെൻറ്റിൽ 2ാം ഘട്ടത്തിൽ അഡ്മിഷൻ എടുത്ത എല്ലാവർക്കും 3ാം ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യയുടെ 3ാം ഘട്ടത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഓൾ ഇന്ത്യയുടെ 3ാം ഘട്ടത്തിൽ കിട്ടിയ സീറ്റിൽ പ്രവേശനം നേടുവാനുള്ള അർഹതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളേജുകൾ ജോയിൻ ചെയ്തതിന് ശേഷം വരുന്ന അലോട്ട്മെൻറ്റുകളുടെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ കിട്ടും. ഏത് കോളേജുകളിലാണ് നിങ്ങൾക്ക് പ്രവേശനം കിട്ടുക എന്നുള്ളതിനൊക്കെ കൃത്യമായിട്ടൊരു നിർദ്ദേശം, കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അപ്പോൾ ഈ കോളേജുകളിൽ നിങ്ങൾ പ്രവേശനം നേടുക. കാരണം ഇനിയും ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ഹയർ ഓപ്ഷൻ കിട്ടാനായിട്ട് കാത്തു നിൽക്കാതെ ഈ കോളേജുകളിൽ പ്രവേശനം നേടിയിട്ട് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. കാരണം കേരളത്തിൽ തന്നെ 3ാം ഘട്ടത്തിലോട്ട് പോകാം, ഓൾ ഇന്ത്യയിലോട്ട് പോകാം. അപ്പം ഈ കോളേജുകൾ ചേർന്ന പ്രവേശന നടപടികളിലൂടെ കടന്നു പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഇനി മറ്റ് ഓൾ ഇന്ത്യ 3ാം ഘട്ടം, കേരളത്തിൻ്റെ 3ാം ഘട്ടം, അതുപോലെ തന്നെ സ്ട്രേ വേക്കൻസിയുടെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.